അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് CMA USന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ശ്രീ മുഹസിനാണ്. ഒരുപാട് വർഷമായി ഇതിൽ പ്രാക്ടീസ് ചെയ്യുന്ന അത്രയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അപ്പം നമുക്ക് ആദ്യം തന്നെ സ്വാഗതം പറയുന്നു. ആൻഡ് ചോദിക്കാനുള്ളത്, CMA USA ഇപ്പോൾ ഒരു വളരെ ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്കൽറ്റി എന്നുള്ള നിലയിൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോയ്സ് കുട്ടികൾ എടുക്കാൻ കാരണം? അത് അത്രയും ഈസിയാണ്, മറ്റേതിനേക്കാൾ അപേക്ഷിച്ച് ഈസിയാണ് എന്നുള്ളത് കൊണ്ടാണോ? എന്താണ് CMA USയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ്, അതായത് IMA ആണ് ഇതിൻ്റെ കോഴ്സ് സിലബസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ലോകത്തുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് അവരുടെ മാനേജ്മെൻറ്റിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിലബസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സിലബസ് പഠിക്കാൻ അത്രയും ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. കാരണം ട്രഡീഷണലുള്ള കുറേ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അതിൽ ഉൾപ്പെടുത്തുന്നില്ല. അക്കൗണ്ട്സ്, ടാക്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഈസിയാണ്, അതായത് ഇത് 1 ഇയർ മാത്രമേ പഠിക്കാനുള്ളൂ എന്നുള്ളൊരു ട്രെൻഡ് മാർക്കറ്റിലുണ്ടെങ്കിലും ഈസി എന്നതിലുപരി ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ കുറവാണെങ്കിലും ഇതിൽ ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ ആണ്. കാരണം എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 4 മണിക്കൂറാണ് എക്സാം വരുന്നത്. അതിൽ ആദ്യത്തെ 3 മണിക്കൂർ MCQ ക്വസ്റ്റ്യൻസ് ആണ്. 3 മണിക്കൂറിൽ ഒരു കുട്ടി അറ്റൻഡ് ചെയ്യേണ്ടത് 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിലേറ്റവും ഒരു കുട്ടിക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ എത്ര സമയം കൊണ്ട് അറ്റൻഡ് ചെയ്യണം, എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് ഏറ്റവും ഒരു കുട്ടിക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ APS ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടി എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏകദേശം 55ഓളം ക്വസ്റ്റ്യൻസ്, 55ഓളം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് ഒരു കുട്ടി മെയിൻ എക്സാമിലേക്ക് പോകുന്നത്. സോ അങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെൻറ്റ്, അതായത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റ് അത്രയും പ്രോപ്പറായിട്ട് ആ കുട്ടിക്ക് സാധിക്കും. അതുപോലെ തന്നെ എക്സാമിൻ്റെ വേറൊരു രീതി എന്ന് പറയുന്നത്, വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നിലവിൽ എക്സാം നമ്മൾ ഓൾറെഡി കണ്ട പാറ്റേണുകൾ എന്ന് പറയുന്നത് ബൈഹാർട്ടായി പഠിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും. ബട്ട് CMA USയിൽ ബൈഹാർട്ട് സ്റ്റഡി അല്ല, കുറച്ചും കൂടി എക്സാം അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചും കൂടി ചിന്തിച്ച് ആലോചിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. സോ ഈ രീതിയിലുള്ള ഒരു കൃത്യമായിട്ട് ടൈം മാനേജ്മെൻറ്റ്, കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഒക്കെ ചെയ്തു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം കൃത്യമായിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. അപ്പോൾ യെസ്, ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ശ്രീ ഷബീർ അലിയാണ്. അദ്ദേഹത്തെ ആളുകൾക്കെല്ലാം ഫെമിലിയർ ആയിരിക്കും. കാരണം ഒരുപാട് വർഷമായി, ഏകദേശം 15ഓളം വർഷമായിട്ട് ഈ ഒരു ടാക്സ് ആൻഡ് ഇൻകം ടാക്സിലും അതുപോലെ GSTയിലും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എത്രത്തോളം ഈ കാലത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നറിയാം. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് സാറ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ NRI അക്കൗണ്ടുകളായിരിക്കുമല്ലോ ഇവരിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടാവുക. അപ്പോൾ ഈ NRI അക്കൗണ്ടുകൾ ഇവർ തിരിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്താൽ എത്ര കാലം ഇത് NRI അക്കൗണ്ട് ഹോൾഡ് ചെയ്യാം ഇവർക്ക്? ഇൻകം ടാക്സ് നിയമപ്രകാരം ഒരാൾ NRIയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ NRI അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ വകുപ്പുകളൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല, ടാക്സ് നിയമത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് FEMA നിയമങ്ങളുണ്ട്, RBIൻ്റെ റെഗുലേഷൻ ഉണ്ട്. അത് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഒരാൾ NRI അല്ലെങ്കിൽ പ്രവാസം മതിയാക്കി നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വന്ന ഉടനെ തന്നെ ഈ NRI അക്കൗണ്ട് ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ഇവിടുത്തെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഡെയിലി 5000 രൂപ വരെ പെനാൽറ്റി ചുമത്താനുള്ള വകുപ്പ് FEMA എന്ന് പറയുന്ന നിയമത്തിലുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാലും കുറേ കാലം അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത് കാണാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ബാക്കി ഭവിഷ്യത്തുകൾ അവർ അനുഭവിക്കുക. ഇനി ഇൻകം ടാക്സ് നിയമത്തിൽ ഒരാളുടെ NRI സ്റ്റാറ്റസ് പാസ്പോർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാൾ എപ്പോഴാണ് ഇന്ത്യയിൽ വന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഈ NRI അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിനും കൂടി അയാൾ എന്താവും, ടാക്സബിൾ ആവും എന്നുള്ളൊരു കാര്യം മാത്രമേ ഇൻകം ടാക്സ് നിയമത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് NRI അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം.
അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള ബാലൻസിന് ഇൻകം ടാക്സ് ഒന്നുമില്ല. അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സർപ്ലസ് കിട്ടുകയാണെങ്കിൽ ആ സർപ്ലസ് ആയിട്ട് വരുന്ന ഇൻകം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളിലും മറ്റും ഒക്കെ എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതിയാവും. അതല്ലാതെ വേറൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എന്നാലും ഒരു ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ NRI സ്റ്റാറ്റസ് എന്നാണോ കട്ടാവുന്നത് ആ സമയത്ത് തന്നെ അക്കൗണ്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത്രയും വിലയേറിയ സാറിൻ്റെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് താങ്ക് യു. APS എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ ഇന്നത്തെ സെഗ്മെൻറ്റ് ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത സെഗ്മെൻറ്റിൽ കാണാം.